ഹായ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഞങ്ങൾ കൊല്ലം മുതൽ പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പാണ് ഇത്. അപ്പം ഞങ്ങൾ ഈ കൊല്ലം ഫസ്റ്റ് തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങളപ്പോൾ അത് എന്തായാലും പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്രാവശ്യം ഈ വീക്കിൽ ഞങ്ങൾക്ക് കുറച്ച് ഓഫാണ്. അതുകൊണ്ട് ഞങ്ങൾ ടൊട്രു വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അവിടെ ടൊട്രുവയിൽ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അതൊക്കെ ഒന്ന് പോയി എൻജോയ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് വരാമെന്ന് വിചാരിച്ചു. അവിടെ കുറേ എന്താ പറയുക, റാഫ്റ്റിങ്, മഡ് ബാത്ത്, അങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് പോണത്, ഹസ്ബൻഡ് മുമ്പ് പോയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ബാക്കിൽ അവിടെ ഒരു മഞ്ഞുമല കണ്ണുണ്ട്. ഞങ്ങളവിടെ കഴിഞ്ഞ കൊല്ലം പോയതായിരുന്നു. ഈ കൊല്ലം പക്ഷെ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് മഞ്ഞൊക്കെ കുറവായിപ്പോൾ. കഴിഞ്ഞ കൊല്ലം നല്ല മഞ്ഞൊക്കെ ആയിരുന്നു, ഈ റോഡിലൊക്കെ നല്ല മഞ്ഞായിരുന്നു, നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ടൊട്രു വെച്ച് കാണാം. ഞങ്ങളങ്ങനെ ടൊട്രു എത്തി. ഞങ്ങളൊരു 6 മണിയായപ്പോൾ എത്തി ഈവനിങ്. ഇവിടെ പിന്നെ ഇപ്പോൾ 8 മണി 8:45 വരെ വെളിച്ചമുണ്ടാവും. സൺസെറ്റ് 9 മണിക്കൊക്കെയാണ് ഇപ്പോൾ. പകൽ കൂടുതലാണ്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ എന്തായാലും റെഡ് വുഡ് വാക്ക് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അതിന് ഞങ്ങൾ സ്റ്റേ എടുത്ത വീട്ടിലേക്ക് പോയി. അവിടെ ഞങ്ങൾ പോയി ഒന്ന് എന്തെങ്കിലും സ്റ്റേ എങ്ങനെയുണ്ട് എന്നൊക്കെ പോയി നോക്കി. നല്ല വീട്ടാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞങ്ങൾ അവിടെ കൊണ്ട് ബാഗും കാര്യങ്ങളൊക്കെ വെച്ചു. ഒന്ന് ഫ്രഷായിട്ട് ഞങ്ങളിപ്പോൾ റെഡ് വുഡ് വാക്കിന് വന്നേക്കാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് $65 ഒരാൾക്ക്. അതായത് കോംബോ ആണ്, നൈറ്റും ഡേയും രണ്ടും കൂടിയാണ് $65. അതിന് ടിക്കറ്റ് എടുത്തു. ഞങ്ങളിപ്പോൾ വോക്കിന് കയറാണ്. അങ്ങനെ ഞങ്ങൾ റെഡ് വുഡ് വാക്കിന് വന്നിരിക്കുകയാണ്. ഇതാണ് റെഡ് വുഡ് വാക്ക്. എൻ്റെ $65 പോയി. ഇതിങ്ങനെ കിടന്ന നമ്മുടെ നാട്ടിലെ തൊട്ട് എന്നിട്ട് പറയണേ നൂൽപ്പാലം പോലെ കിടന്ന ആളുകൾ പേടിയായിട്ട് വയ്യ. ഇത് കുറേ ഉണ്ട്, പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. കാരണം ഫുൾ ട്രീസും നമ്മുടെ നാട്ടിലെ ആ ചീവീടിൻ്റെ ശബ്ദമൊക്കെ അതൊക്കെ ഉണ്ട്. ഒരു ചെറിയ ഒരു ഫോറസ്റ്റിൻ്റെ ആ ഒരു ഫീലുണ്ട്. കാണാനൊക്കെ ഭംഗിയുണ്ട്. പക്ഷേ ഈ ഇങ്ങനെ കിടന്ന് ആടുന്നതാണ് പ്രശ്നം. ഇവിടെ റെഡ് വുഡ് വാക്ക് ഡേയിലും ഉണ്ട്, നൈറ്റിലും ഉണ്ട്. നൈറ്റിലാകുമ്പോൾ നമുക്കിത് അവിടെ കാണുന്നത് ആ ലൈറ്റ്സൊക്കെ തെളിഞ്ഞ് നല്ല രസമായിരിക്കും കാണാൻ എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കറിയില്ല എങ്ങനെയാണ്. ഡേ വാക്ക് ആണെങ്കിൽ ഇങ്ങനെയാണ്.
പക്ഷെ നൈറ്റ് ഞങ്ങളോട് ഇപ്പോൾ പറഞ്ഞത് 8:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പക്ഷേ ഇപ്പോൾ ഭയങ്കര തിരക്കാണ്, ക്യൂ ആണ്, 2 hours വരെയൊക്കെ എന്നാണ് പറഞ്ഞത് നൈറ്റ് നമുക്ക് കാണാനായിട്ട്. അപ്പം ഞങ്ങൾ നാളെ നൈറ്റ് വരാമെന്നാണ് വിചാരിച്ചേക്കണേ. അറിയില്ല, ഞങ്ങൾ നോക്കിയിട്ട് ചിലപ്പോൾ ഇന്ന് തന്നെ വരും, അല്ലെങ്കിൽ നാളെ വൈകിട്ട് വരും. ഇവിടുത്തെ ട്രീസ് 117 years ഓൾഡ്, അതായത് 117 വർഷം പഴക്കം ചെന്നതാണെന്നാണ് പറയണേ. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഞങ്ങൾ വായിച്ചപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നതാണ് 117 വർഷമായി എന്നുള്ളത്. ഈ ട്രീസിനൊന്നും നമ്മൾ തൊടാൻ പാടില്ല, പിന്നെ ഇതിൽ ചാടാൻ പാടില്ല, പിന്നെ അങ്ങനെയുള്ള പരിപാടികളൊന്നും പറ്റില്ല. നമ്മളിങ്ങനെ വെറുതെ നടന്നു പോവുക. ഈ കാണുന്ന ട്രീസൊന്നും നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ല. ഈ കാണുന്നത് ഈ റെഡ്വുഡ് ബോക്സിലേക്ക് ഉള്ള ഇതെങ്ങനെ സെറ്റ് ചെയ്തെന്നുള്ള ഇതാണ് കാണിക്കണേ. ഇതിനാണ് നോക്കി ഇതിലെ ഒരു സ്ക്രൂവോ ബോൾട്സോ, അതായത് ഈ ട്രീനെ, ഈ കാണുന്ന ട്രീസിനൊന്നും ഒരു സ്ക്രൂവും ബോൾട്ടൊന്നും ഇല്ലാണ്ട് ആണ് ഈ ബോക്ക് സെറ്റ് ചെയ്ത് വെച്ചേക്കണേ. ഇതാണ് 13 mm വയറ്. ഈ റോപ്പാണ് ഇതിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. അവരത്രയും ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് ഇങ്ങനൊരു ബോക്ക് സെറ്റ് ചെയ്തേക്കണേ. അടിപൊളിയായിട്ടുണ്ടാവും. അതുപോലെ റോപ്പ് ചെയ്ത് ചുറ്റിയൊക്കെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. കൊള്ളാം. ഞങ്ങളിത് ഇപ്പോൾ നൈറ്റ് വ്യൂവിന് വേണ്ടി വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നൈറ്റ് വ്യൂ ആണ് കുറച്ചും കൂടി ഭംഗി കാണാൻ. ലൈറ്റ്സ് ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. എനിക്ക് ഡേനേക്കാളും ഇഷ്ടമായത് നൈറ്റാണ്. അപ്പോൾ നമ്മൾ നൈറ്റ് വ്യൂ ഒന്ന് കണ്ട് നോക്കിയിട്ടൊക്കെ വരാം. ഞങ്ങൾ അങ്ങനെ നീണ്ട 1.5 മണിക്കൂറത്തെ ക്യൂവിന് ശേഷം ഇവിടെ വീണ്ടും ലൈറ്റ്സ് ഒക്കെ ആയിട്ട് ട്രീസ് കാണാൻ വന്നിരിക്കുകയാണ്. 1.5 മണിക്കൂർ, ഞങ്ങളൊരു 10:45 വന്നതാ. ഇപ്പോൾ ഒരു 12:10. ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് കയറാൻ പറ്റിയത്. നല്ല തിരക്കായിരുന്നു.
ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി നാളെ ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത് മഡ് ബാത്ത് ചെയ്യണം, പിന്നെ ലൂജിൽ കയറണം, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് നാളെ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.